അമേരിക്കയിൽ റെജീം ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. ഇസ്രായേലിൽ റെജീം ചേഞ്ച് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടു രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും ഇറാനിലെ റെജീം ചേഞ്ചിന് വേണ്ടി വാചാലരായിരുന്നു. ഇറാനിൽ ഖമനേയി കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് നാമവിശേഷമാക്കി കളയും. ഖമനേയുടെ കുടുംബത്തെ ഇനി ബാക്കി വയ്ക്കില്ല. ഇറാനിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ തീർത്തതുപോലെ തിരഞ്ഞെടുപ്പിച്ച് തങ്ങളുടെ ഏജന്റുമാർ കശാപ്പ് ചെയ്ത് കളയും എന്നൊക്കെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെല്ലുവിളി. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ തൻ്റെ തടി സംരക്ഷിക്കാൻ വേണ്ടി തെക്ക് വടക്ക് ഓടി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അധികാര കാലാവധിയായ 4 കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങേണ്ടി വരുമോ, വൈറ്റ് ഹൗസിൽ നിന്നും വൈറ്റ് വാഷ് ചെയ്യപ്പെടേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ട്രംപിന് ഒരു ബോധോദയം ഉണ്ടായിരിക്കുന്നത്. ഇറാനുമായി പോരാട്ടം തുടരണമെങ്കിൽ രാജ്യത്തിൻ്റെ തലവനായിരുന്നാൽ മാത്രമേ വാക്കിന് വിലയുണ്ടാവുകയുള്ളൂ. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളെയൊന്നും പ്രസിഡന്റ് പുടിനോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ പോലും പഴയതുപോലെ വിലവയ്ക്കുന്നില്ല. ജോ ബൈഡനുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോ ബൈഡന് നിലയും വിലയും മാന്യതയും ഉണ്ടായിരുന്നു. ആ മാന്യതയുടെ അതിർവരമ്പുകൾ ജോ ബൈഡൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ആരാണ് മോസ്റ്റ് പവർഫുൾ അല്ലെങ്കിൽ കൂടുതൽ അധികാരമുള്ളത് എന്നതല്ല ഇവിടെ തർക്കവിഷയം. അമേരിക്കയെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒരു നാണംകെട്ട പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അടി വാങ്ങിക്കൂട്ടിയ ഒരു പരുവമായിരിക്കുന്ന അവസ്ഥയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അഭയം കൊടുക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ അയൽവാസികളെ ഉപദ്രവിക്കുക എന്നുള്ളത് അവരുടെ രക്തത്തിലലിഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വരും വരായികകൾ ആ വലിയ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ പിടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് സാമ്രാജ്യത്വ മുതലാളിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഇറാൻ പുതിയൊരു നിബന്ധന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനാണ് മുൻകരുതലുകളുമായി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് അടച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണെന്നാണ്. ഇറാൻ പറയുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ചില മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങളോട് പറഞ്ഞ് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറുമൊക്കെ ഇതിനുവേണ്ടിയുള്ള മധ്യസ്ഥ നീക്കം നടത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഫ്രാൻസുമായി ഇറാൻ മോശമല്ലാത്ത രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചാ വിഷയം മധ്യസ്ഥ രീതിയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആരെങ്കിലും ഒരു പ്രതിനിധി ചർച്ചാ വിഷയത്തിലേക്ക് മുന്നോട്ട് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയിലായിരിക്കും റെജീം ചേഞ്ച് എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.